ജീവിതത്തിൽ ഫസ്റ്റാണ്. കണ്ടപ്പോ എങ്ങനെ തോന്നി? എന്ത് തോന്നി? ഷെബിന്റെ കണ്ട് കൊന്നു കൊടുക്കാന്ന് പറഞ്ഞു. അത് പോലീസായി പോയി പള്ളയിലുള്ളത്. നമസ്കാരം. കർണാടകയിലെ ദൊഡ്ഡബല്ലപുര സ്വദേശി പ്രേംകുമാർ ഇന്ന് പോലീസ് സംരക്ഷണത്തോടെ കാസർഗോട്ടെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. പ്രേംകുമാർ ഇന്ന് സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ കാരണമായത് ഇക്കഴിഞ്ഞ ജൂൺ 30 അർദ്ധരാത്രി കാസർഗോട്ടെ പ്രസിദ്ധമായ 4 സ്ഥാപനങ്ങൾ സന്ദർശിച്ചതുകൊണ്ടാണ്. വാർത്തയിലേക്ക് വരാം. ജൂൺ 30 രാത്രിയിൽ കാസർഗോഡ് ടൗണിലെ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള ചില്ലി സൂപ്പർ മാർക്കറ്റ്, കർത്തക്കാടുള്ള സിറ്റി കൂൾ ഇലക്ട്രോണിക്സ്, സമീപത്ത് തന്നെ അജ്വാൻ ചോക്ലേറ്റ്, ബേബി ക്യാമ്പ് എന്നിവിടങ്ങളിൽ പ്രേംകുമാർ സംഘവും ഷട്ടറൊടിച്ച് മോഷണം നടത്തിയിരുന്നു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നളിനാക്ഷന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കാസർഗോഡ് ടൗണിലും സമീപ പ്രദേശങ്ങളിലെയും CCTV ക്യാമറകൾ പരിശോധിച്ചതിൽ കർണാടക രജിസ്ട്രേഷനിലുള്ള ചുവന്ന നിറത്തിലുള്ള ഫോർഡ് എക്കോ സ്പോർട്സ് കാറിൽ വന്ന മുഖമുടി ധരിച്ച 4 സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞു. പിന്നീട് മോഷ്ടാക്കൾ കാസർഗോഡ് നിന്ന് മംഗലാപുരം, പുത്തൂർ, സുള്ളിയ, മടിക്കേരി വഴി ബാംഗ്ലൂരിലേക്ക് പോയ റൂട്ടിലെ 300ഓളം CCTV ക്യാമറകൾ 2 ആഴ്ചയോളം സമയമെടുത്ത് പരിശോധിച്ചതിൽ പ്രതികൾ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും 40 കിലോമീറ്റർ അകലെയുള്ള ദൊഡ്ഡബല്ലപുര എന്ന സ്ഥലത്തുള്ളവരാണെന്ന് മനസ്സിലാക്കി. മോഷണം കഴിഞ്ഞ് കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്ക് പ്രതികൾ സഞ്ചരിച്ച സമയം കർണാടകയിലെ സുള്ളിയിൽ വെച്ച് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള മറ്റൊരു ഫോർഡ് എക്കോ സ്പോർട്സ് കാറിന്റെ നമ്പർ ഘടിപ്പിച്ച് പോയത് അന്വേഷണ സംഘത്തെ ഒരു വേള കുഴക്കിയിരുന്നു. അന്വേഷണ സംഘം ബാംഗ്ലൂരിലും ഹൈദരാബാദും പോയി. മോഷണ സമയത്തും പിന്നീടും ഉപയോഗിച്ച കാർ നമ്പറുകളുടെ ഉടമകളെ കണ്ടെത്തി ചോദ്യം ചെയ്തതിൽ അവരുടെ പക്കലുണ്ടായിരുന്ന ചുവന്ന നിറത്തിലുള്ള ഫോർഡ് എക്കോ സ്പോർട്സ് കാർ വിൽക്കുവാനായി OLXൽ പരസ്യം നൽകിയിരുന്നതായി മനസ്സിലായി. OLXൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന സമാന രീതിയിലുള്ള മോഡലുകളുടെ നമ്പർ കരസ്ഥമാക്കിയാണ് മോഷണ സമയത്തും മോഷണം കഴിഞ്ഞു പോകുമ്പോഴും ഇവർ ഉപയോഗിക്കുന്നത്. മാത്രമല്ല, കാണാൻ വലിയ ശരീരമല്ലെങ്കിലും 4 പേർ ഒരുമിച്ചാൽ ഏത് വലിയ ഷട്ടറും ഒടിച്ചെടുക്കാൻ പ്രാപ്തിയുള്ളവരാണ് ഇവർ. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കർണാടകയിലെത്തിയ കർണാടക പോലീസിന് പ്രതികളെ കീഴ്പ്പെടുത്താൻ വലിയ രീതിയിലുള്ള സാഹസം നടത്തേണ്ടി വന്നു. പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിക്ക് ബാംഗ്ലൂരിൽ 6 കേസുകളുള്ളതായി റിപ്പോർട്ടുകളുണ്ട്. മോഷണം നടക്കുമ്പോൾ തടസ്സമായി വരുന്ന ആരെയും കീഴ്പ്പെടുത്താനുള്ള മെയ്വഴക്കമുള്ളവരാണ് പ്രേംകുമാറും സംഘവും. ಬಂದಿದ್ದು ಆಮೇಲೆ ಓಪನ್ ಮಾಡಿ ಬಚ್ಚಿಕೊಂಡು ಅವನು ಹೋಗಿ ತೆಗೆದಿದ್ಮೇಲೆ ಓಪನ್ ಮಾಡಿದ್ದು ಇಲ್ಲಿ ಓಪನ್ ಮಾಡಿದ್ವಿ ಸರ್. ಇಲ್ಲಿ ಓಪನ್ ಫ್ರಂಟ್ ಎಲ್ಲ ಯಾರೆಲ್ಲ ಒಳಗೋದ್ಯಾರು ಸರ್? ಒಳಗಡೆ ಹೋಗಿದ್ದು ಗಜೇಂದ್ರ ಸರ್. ನಾವು ಇಲ್ಲಿ ಆಚೆ, ನಾನು ಅಲ್ಲಿದ್ದೆ. ಗಂಗಾಧರ ರಾವ್ ಇಲ್ಲಿಂದ ಗಾಡಿಯಲ್ಲಿ ಸಾಗರ್ ಉಳಿಲಾರಿ ಗಜೇಂದ್ರ ಗಾಡಿಯಲ್ಲಿ ശരിയാക്കി ഇതേ ഒന്ന് പുറത്തേക്ക് അപ്പോൾ 2 സൈഡിൽ നിന്ന് ലോക്കൊന്ന് വിട്ട് ഈ ഹൈറ്റിലാണ് നോക്കിയിട്ട് എന്നിട്ട് ഇവർ ഉള്ളിൽ കൂടി കിടന്നു
കുറച്ചും കൂടി താഴ്ത്തി ഈ മിൽമാൻ്റെ ബോർഡ് ഉണ്ടാവും, ബോർഡിൻ്റെ ക്രോസ് വെച്ചു. എന്നിട്ട് ഒരാളുടെ കാവൽ കിടന്നിട്ട് കാവലും ഒരാളാണ് ആദ്യം ഈ ബോർഡ് കൗണ്ടർ തുറന്നു. CCTV കൊടുത്തിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മൾ നോക്കിയാക്കിയിട്ട് ഒന്ന് മൂന്നാളും കൂടി ഒന്നിച്ച് വലിക്കും. ഇത് ബെൻഡ് ചെയ്യും. മൂന്നാളും കൂടി ഒന്നിച്ച് വലിക്കും. ഇത് ബെൻഡാവും അല്ലേ? പുറത്ത് കയറുമ്പോൾ ഈ ലോക്കുന്നത് സെൻട്രൽ ലോക്ക് അകത്ത് കയറും. എന്ന് പറയാനില്ല, ഇവര് ആളെ കണ്ടപ്പോൾ സന്തോഷമായില്ല. എത്ര രൂപ പോയിന്? ആളെ കിട്ടിയാലും സന്തോഷമാണ്. ഒരു 55,000-ഓളം നമ്മളത് പോയിട്ടുണ്ട്. തുടർന്ന് കട ഉടമ മോസ്താബിന് കുറച്ച് ഉപദേശങ്ങൾ നൽകി. കഷ്ടപ്പെട്ടിട്ട് നയിച്ചിട്ട് തിന്നുന്നതിനൊരു അന്തസ്സുണ്ട്. ഈ ചെറിയൊരു മോഷണം നടത്തിയിട്ട് ആ ചെറിയ സമയം കൊണ്ട് ആ പൈസ തീർന്നു. പിന്നെ അടുത്തൊരു മോഷണം, അതിനേക്കാളും വേറെ എന്താ പറയണ്ടേ, നയിച്ചിട്ട് തിന്നുക. നയിച്ചിട്ട് തിന്നു. അതാണ് ഏറ്റവും അന്തസ്സായിട്ടുള്ള ജോലി. കർണാൽ വെച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. എത്ര പേരുണ്ട് ചെറിയവർ? ഇവർ 4 പേരുണ്ട്. ആ ടീമിൽ 4 പേരുണ്ട്. ഒരാളെ മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എത്ര കടകളാണ് സാർ ടോട്ടൽ? ഇവിടെ 4 കടകളാണ് ഇവർ ഇവിടെ നോക്കിയത്. ഇവിടെ ഇത് ചെർക്കള ഭാഗത്ത് നിന്ന് സിറ്റി കോള്, ചില്ലീസ്, പിന്നെ ബേബി ക്യാമ്പ്. കാസർഗോഡ് ടൗൺ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ നളിനാച്ചന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സബ് ഇൻസ്പെക്ടർമാരായ സുരേഷ് ബാബു, അരവിന്ദ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ചന്ദ്രശേഖരൻ, സതീശൻ ചീമനി, അനിൽ KT, ഗുരുരാജ്, രതീഷ് മായിച്ച, ജെയിംസ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ജീവിതത്തിൽ ആദ്യമായി മോഷ്ടാക്കളെ നേരിൽ കണ്ട കടയിലെ ജീവനക്കാർ വ്യത്യസ്തമായാണ് പ്രതികരിച്ചത്. കണ്ടപ്പോ എങ്ങനെ തോന്നി? എന്ത് തോന്നി? ഷെബിന്റെ കണ്ടൊക്കെ ഒന്ന് കൊടുക്കാൻ തോന്നി. അത് പോലീസായി പോയി പള്ളയിലുള്ളത്, അതുകൊണ്ട് നമ്മൾ തല്ലിയില്ല. ഇവിടെ മോഷണം നടന്നപ്പോ വലിയ സങ്കടമാ? വല്ലാണ്ട് സങ്കടമായി. 2, 3, 4, 5 പാർട്ട്ണർമാരുള്ള ഇതില് നമുക്ക് ഇങ്ങനെ കട്ടിൽ പോകുമ്പോൾ വല്ലാതെ നമുക്ക് എത്ര വാടക കൊടുക്കണം, അത് കൊടുക്കണം, ശമ്പളം കൊടുക്കണം, ഇതെല്ലാം നമുക്ക് ടെൻഷനായി ഒരുപാട്. എത്ര വർഷം ഇവിടെ ജോലി ചെയ്യുന്നത്? ഏകദേശം 1 വർഷം. ഭയങ്കര സങ്കടമായി പോയി. ഭയങ്കര സങ്കടമായി. ആദ്യമായിട്ടാ കള്ളനെ കാണുന്നത്? ആദ്യമായിട്ടാ? ഫസ്റ്റ് ടൈം ഒരു കള്ളനെ കാണുന്നത് അല്ല? എന്ത് തോന്നുന്നു ഒരു കള്ളനെ കണ്ടപ്പോ? നമ്മളെ പോലെ തന്നെ അല്ലേ? Hi, fried chicken. As your kids grow, they may forget what you said, but won't forget how you made them feel. Al Ruba Fried Chicken Masala.